നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേത് മാത്രമാണ്. അവരെ കൊണ്ടുള്ള ഗുണവും ദോഷവും നിങ്ങൾക്ക് തന്നെയാണ്. നമസ്കാരം. പറഞ്ഞു വരുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങളുള്ള പുതിയ പേരൻസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്നാമതായി അവരുടെ ജനനം തൊട്ടുള്ള കാര്യങ്ങൾ തന്നെ തുടങ്ങാം. നമ്മുടെ സ്വന്തം കുഞ്ഞിനോട് നമുക്ക് വല്ലാത്ത ഓമനത്വവും വാത്സല്യവും ഒക്കെ തോന്നും. അത് തോന്നാത്ത അമ്മമാരില്ല. ഈ കുഞ്ഞുങ്ങളുടെ പല ഭാവത്തിലും രൂപത്തിലും ഉള്ള ഫോട്ടോസ് എടുക്കുന്ന അച്ഛന്മാരും അമ്മമാരും ഉണ്ടാവും. എന്നാൽ അതിനർത്ഥം ഈ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് അവരുടെ സ്റ്റോറേജും ഫില്ല് ചെയ്ത് അവരെയൊക്കെ വെറുപ്പിക്കണമെന്നല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ ചടങ്ങുകളുടെ ഒരു ഫോട്ടോ ഇടാനൊക്കെ നൂലുകെട്ടിൻ്റെയോ അല്ലെങ്കിൽ പെരുളിൻ്റെയോ ഇടാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇടാം. അത് വളരെ കൃത്യമായി തോന്നുകയും ചെയ്യും. എന്നാലും സ്കൂൾ കോളേജിന്റെ വലിയ വലിയ ഗ്രൂപ്പുകളിലൊക്കെ ഇതൊന്നും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അഥവാ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ആൾക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫോട്ടോ മാത്രം സെലക്ട് ചെയ്തിട്ടിടുക. അല്ലാതെ നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങളുടെ കുട്ടികളുടെ ഉള്ള സകല ഫോട്ടോകളും കൊണ്ട് കൊട്ടിക്കൊടയാനുള്ള സ്ഥലമല്ല മറ്റ് ഗ്രൂപ്പുകൾ. ഇനി രണ്ടാമതായി, ആരെങ്കിലും നിങ്ങളുടെ കുട്ടിയെ ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ ഒരു ചെറിയ ഒരു വാത്സല്യത്തിന്റെ പേരിലോ ഒന്ന് കയ്യിലെടുത്താല് ആ വ്യക്തിയുമായിട്ടുള്ള അടുപ്പവും അവരുടെ ആരോഗ്യം, എടുക്കുന്ന ആളുടെ ആരോഗ്യം അനുസരിച്ച് 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തിരിച്ചു വാങ്ങിക്കുക. അവർക്ക് കുഞ്ഞിനെ എടുത്ത് മതിയായിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തരാമെന്ന് അവരെന്നെ പറഞ്ഞോളൂ. അല്ലെങ്കിൽ ആ എടുത്ത കുഞ്ഞിനെ തിരിച്ചു വാങ്ങിക്കേണ്ടത് നിങ്ങളുടെ ഒരു മര്യാദയാണത്. ഇനി മൂന്നാമതായി, ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് തിയേറ്ററിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഈ കുട്ടിയുടെ അച്ഛനമ്മമാർക്കും വിനോദം വേണ്ടെന്നൊക്കെ ചോദിക്കാം. പക്ഷെ അത് മറ്റുള്ളവരുടെ, തിയേറ്ററിൽ വന്ന് കാശെടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ ഇരിക്കുന്ന മറ്റുള്ളവരുടെ ചെലവിലാവരുത്. കുറച്ചൊക്കെ ത്യാഗം ഇക്കാര്യത്തിലാവാം. OTT ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്നിട്ടും അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ കുട്ടി കരയാൻ തുടങ്ങിയാൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും കുട്ടീനെ എടുത്തിട്ട് തിയേറ്ററിൽ നിന്ന് പുറത്ത് പോകേണ്ടതാണ്. പുറത്ത് ചെന്ന് നിൽക്കുക, വാതിലിന് പുറത്ത്. കാരണം ഈ കാറ്റും വെളിച്ചവും ഇല്ലാത്ത ഇരുട്ടും ഉയർന്ന ശബ്ദമുള്ള ഈ അന്തരീക്ഷമൊക്കെ മിക്ക കുട്ടികൾക്കും ചേരില്ല. അത് ചേരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ഇനി നാലാമതായിട്ട്, തിയേറ്ററിനുള്ളിൽ കുഞ്ഞ് കരയുമ്പോൾ മൊബൈൽ ഫോൺ കൊടുത്ത് ഉച്ചത്തില് കാർട്ടൂനും വെച്ചുകൊടുത്തിട്ട് അച്ഛനും അമ്മയും അങ്ങോട്ട് സിനിമ കാണാൻ മുഴുകും. അവര് ആ കാര്യത്തിനോട് യൂസ്ഡ് ആയിരിക്കാം. എന്ത് ശബ്ദത്തിൽ കുട്ടി മൊബൈലിൽ വെച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടത്താനും ഫോണിൽ സംസാരിക്കാനും TV കാണാനും ഒക്കെ നിങ്ങൾ സ്വയം പരിശീലിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് ആ കാര്യത്തിൽ പരിശീലനം ഉണ്ടാവണമെന്നില്ല. അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കുട്ടിയെ കൊണ്ടും കൂടി അത് അഭ്യസിപ്പിക്കണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് തീർച്ചയായും നിർത്തന്നെ വേണം. അത് ചെയ്യാതിരിക്കണം. ഇനി അഥവാ വല്ലവരും പ്രതികരിക്കുകയാണെങ്കിൽ അത് എത്ര രൂക്ഷമായാലും നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. കാരണം അവിടുത്തെ സ്ഥലത്തിനും ശബ്ദത്തിനും മറ്റ് പ്രേക്ഷകർക്കും തുല്യ അവകാശമുണ്ട്. അത് കുട്ടി ഉണ്ടാക്കുന്ന ശബ്ദത്തിനല്ല, തിയേറ്ററിൽ നിന്ന് കാണുന്ന അവർക്ക് കേൾക്കേണ്ട ഡയലോഗുകൾക്കും ശബ്ദത്തിനും മറ്റുള്ളവർക്കും അവകാശമുണ്ട്. ഇനി അഞ്ചാമതായി, മറ്റൊരു വീട്ടിൽ വിരുന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോട് തോന്നുന്ന വാത്സല്യം ബാക്കിയുള്ളവർക്ക് തോന്നണമെന്നില്ല. പ്രത്യേകിച്ചും അവരുടെ വീട്ടിലെ കൗതുക വസ്തുക്കളോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടുന്നതോ നാശമാകുന്നതോ ആയ വേണ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന സമയത്ത് സ്വന്തം കുട്ടികൾ മറ്റുള്ളവരുടെ മൊബൈൽ ഫോൺസ്, കാർ കീ, ഹൗസ് കീ തുടങ്ങിയ സാധനങ്ങൾ എടുത്ത് കളിക്കാതിരിക്കാൻ വീട്ടുകാരും വിരുന്നുകാരും ഒരുപോലെ ശ്രദ്ധിക്കണം. ഇപ്പൊ മൃദുവായി പറയുമ്പോൾ അവർ കേൾക്കുന്നില്ലെങ്കിൽ അത് കർക്കശമായി നിയന്ത്രിക്കുക തന്നെ വേണം. കുട്ടികൾക്ക് ആ സാധനങ്ങളുടെ മൂല്യങ്ങളോ അതിന് പിന്നിലെ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സോ അറിയാത്തവരാണ്. പക്ഷെ പേരൻസ് അതിനനുസരിച്ച് ശ്രദ്ധിച്ച് പെരുമാറിയില്ലെങ്കിൽ ബന്ധങ്ങൾ തന്നെ വഷളാവാൻ സാധ്യതയുണ്ട്. ആറാമതായി, മറ്റൊരു വീട്ടിൽ രാത്രി താമസിക്കുന്നുണ്ടെങ്കിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ശീലമുള്ള കുട്ടികളാണെങ്കിൽ ഒരു വാട്ടർ പ്രൂഫ് ഷീറ്റ് നിങ്ങൾക്കൊപ്പം കൊണ്ടുപോവുകയും ബെഡിൽ അത് രാത്രി ഉപയോഗിക്കുകയും വേണം. ഇനിയിപ്പോൾ ശീലമില്ലാത്ത കുട്ടികൾ, രാത്രി ബെഡിൽ മൂത്രമൊഴിക്കുന്ന ശീലമില്ലാത്ത കുട്ടികളാണെങ്കിലും കിടക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിപ്പിക്കാൻ മറക്കരുത്. സാധിക്കുമെങ്കിൽ ഉറക്കത്തിനിടയിൽ ഉണർന്നിട്ടും ഇക്കാര്യം ചെയ്യണം. കാരണം കുട്ടികൾ മറ്റുള്ളവരുടെ വീട്ടിലെ സോഫയിലോ അല്ലെങ്കിൽ ബെഡിലോ പാനീയങ്ങളോ വീട്ടുകയോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുകയോ ചെയ്താൽ അതിന് മാതാപിതാക്കൾ തന്നെയാണ് ഉത്തരവാദി. ഏഴാമതായി, വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വീട്ടിൽ പോകുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുള്ള സകല കാര്യങ്ങളും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കരുത്. പലപ്പോഴും കുട്ടികൾ അത് അനുസരിക്കാറില്ല, അല്ലെങ്കിൽ മനസ്സില്ല മനസ്സോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നാലും പാരൻസ് നിർബന്ധിക്കേണ്ടത് നിർത്തില്ല.
അത് കാണിച്ചു കൊടുക്കൂ, ഇത് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വിരുന്നുകാര് വരുന്നത് നിങ്ങളുടെ കുട്ടികളുടെ പ്രകടനം കണ്ട് മാർക്കിടാൻ വ്യത്യസ്തമായിട്ടല്ല. ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ബോറടിക്കും. എട്ടാമത്തെ കാര്യം, അച്ഛനോ അമ്മയോ പുറത്തുനിന്ന് വന്നിട്ടുള്ള മുതിർന്നവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും സ്ഥിരമായിട്ട് തടസ്സപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാവും, അതുപോലും തുടർച്ചയായി സംസാരിക്കാൻ ഇതുകൊണ്ട് പറ്റില്ല. അപ്പൊ ഈ സംസാരത്തിനിടയിൽ കുട്ടികളെ ശ്രദ്ധിച്ച് അവർക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലൊരു മര്യാദയല്ല. നിങ്ങൾ അവരെ തീരെ അവഗണിക്കുകയാണെങ്കിൽ അവരവിടെ വെച്ച് ബഹളം വെക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യും. അപ്പൊ അങ്ങനത്തെ സമയത്ത് എത്ര ദേഷ്യം വന്നാലും നിയന്ത്രിക്കണം. അവരുടെ മുമ്പിൽ വെച്ചാൽ കുട്ടികൾ അടിക്കരുത്. പകരം കുറച്ചൊക്കെ ഒന്ന് ശാന്തമായി അവരോട് പറയണം, ഇപ്പൊ ഇവര് വന്നിട്ടുള്ളവര് കുറച്ചു നേരം കഴിഞ്ഞാൽ പോകും, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, മോനോട് അല്ലെങ്കിൽ മോളോട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുക എന്ന് തന്നെ പറയണം. ഭൂരിഭാഗം പേരും ശാന്തമായിട്ട് പറഞ്ഞ അനുസരിക്കുന്ന കുട്ടികളാണ്. ഇനി അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വേണം, നിങ്ങൾ വീട്ടിലുള്ള മറ്റാരെങ്കിലും വിളിച്ചിട്ട് ഈ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി അവർക്കൊപ്പം മറ്റൊരു റൂമിൽ ഇരുത്താൻ പറയണം. ഈ ആൾക്കാർ തിരിച്ചു പോകുന്നവരെ അല്ലെങ്കിൽ ഈ ഗൗരവമേറിയ സംഭാഷണം കഴിയുന്നത് വരെയെങ്കിലും കുട്ടികളെ മാറ്റി നിർത്താൻ പറയുക തന്നെ വേണം. ഒൻപതാമതായി, നിങ്ങളുടെ കുട്ടികൾക്ക് ഏതെങ്കിലും കലകളിൽ അഭിരുചിയുള്ളവരും അത് പരിശീലിക്കുന്നവരും ചില പരിപാടികളിൽ പങ്കെടുത്തവരുമാണെന്നൊക്കെ വെക്കുക. അത് മുഴുവൻ വിരുന്നുകാരുടെ മുമ്പിൽ ഒന്നൊന്നായിട്ട് അവതരിപ്പിക്കാൻ കുട്ടികളെ നിർബന്ധിക്കരുത്. അല്ലെങ്കിൽ ഈ വിരുന്നുകാരിരിക്കുന്ന സമയത്ത് അതിൻ്റെ റെക്കോർഡിംഗ് ഇട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക, അതൊന്ന് കണ്ടു തിരിപ്പിക്കും, അടുത്ത പാട്ടിൻ്റെ ഡാൻസിൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്ത് അതൊരു എന്താ പറയാ, പലരും അവരുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് മാത്രമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് കുട്ടികളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ആ കലകളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷെ എല്ലാവരും എപ്പോഴും ഇതൊക്കെ ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം. അവരാവശ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാം. അല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് ഇത് മുഴുവൻ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ നിർബന്ധിക്കരുത്. ഇനി പത്താമതായിട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് പ്രധാനമായിട്ടും കണ്ടുവരാറ്. ഏതെങ്കിലും കുട്ടികളായിട്ട് കളിക്കുന്ന സമയത്ത്, അതിപ്പോൾ വീടിന്റെ ചുറ്റുവട്ടത്ത് കളിക്കുന്നതിൻ്റെ ഇടയിലാവാം, സ്കൂളിൽ വെച്ചിട്ടാവാം, അതിൻ്റെ ഇടയിൽ ശാരീരികമായ തള്ളലും വീഴ്ചയൊക്കെ ഉണ്ടാവുമ്പോൾ, ചെയ്തത് സ്വന്തം കുട്ടിയാവുമ്പോൾ അത് വലിയ വീരസ്യായിട്ടും, അല്ലെങ്കിൽ കൊണ്ടത് തൻ്റെ കുട്ടിക്കാണെങ്കിൽ അതിനെ നമ്മുടെ കുട്ടിയുടെ വലിയ ദൈന്യതയായിട്ടും വിളമ്പുന്ന പാരൻസ് ഉണ്ട്. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോട് ഇഷ്ടമുള്ള പോലെ തന്നെയാണ് എല്ലാ പാരൻസിനും അവരുടെ സ്വന്തം കുട്ടികൾ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ കുഞ്ഞിന്റെ കൈകൊണ്ട് മറ്റൊരു കുഞ്ഞിന് എന്തെങ്കിലും അടിയോ തള്ളലോ കിട്ടിയാൽ ഉടനെ ആ കുട്ടിയെ ശാരീരികമായും മാനസികമായും കംഫർട്ടബിൾ ആക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. കുഞ്ഞിനെ കൊണ്ട് സോറി പറയിപ്പിക്കുന്നതിനൊപ്പം നിങ്ങളും സോറി പറയുന്നത് മറുവശത്തുള്ള അച്ഛനമ്മയുടെ മനസ്സൊന്ന് തണുപ്പിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ 10 കാര്യങ്ങളും സ്വന്തം ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 90-95% അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. തെറ്റുപറ്റിയത് ആ കുട്ടികൾക്ക് കൊടുത്തിരുന്ന ശിക്ഷാരീതികളിലായിരുന്നു. അത് മാറ്റി ചിന്തിക്കേണ്ടതാണ്. ഇനി പട്ടികളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി അടുത്ത വീഡിയോയിൽ പറയാം.